നിലയുടെ ഓപ്പറേഷന് വേണ്ടി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഡോക്ടറെ കാണും. കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവളെ റൂമിലേക്ക് മാറ്റുന്നു. ക്യാഷ് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിനീത് പോവുകയാണ്. ക്യാഷ് അടക്കാൻ നോക്കുമ്പോൾ ക്യാഷ് സെൻഡ് ആകുന്നില്ല. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിനീത് റൂമിലേക്ക് ചെന്ന് കാവേരിയെ വിളിക്കും. ഉടനെ എന്താ വിനീതേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് കാവേരി ചെല്ലുന്നു. കാവേരി ക്യാഷ് അടക്കാൻ പറ്റുന്നില്ല എന്ന് അവളോട് പറയുന്നു. അടക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ച് അവൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുകയാണ്. ബാലൻസ് ആകെ 500 രൂപയുള്ളൂ. വിനീതേട്ടാ ഇതിൽ 500 രൂപയേ ഉള്ളൂ, അപ്പോൾ ക്യാഷ് എന്തേ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഷോക്കായി പോവുകയാണ്. എനിക്കറിയില്ല കാവേരി, വിനീതേട്ടാ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതല്ലേ, പിന്നെ വിനീതേട്ടൻ അറിയാതെ എങ്ങനെ പോകുന്നേ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. വാ നമുക്ക് ബാങ്കിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മറ്റുള്ളവരോട് പറയാതെ ബാങ്കിലേക്ക് ചെല്ലും. സർ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്ന് ഒന്ന് നോക്കാൻ പറയും. അയാൾ ഇല്ല എന്ന് പറയുകയാണ്. ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കാവേരി കരയാൻ തുടങ്ങി. സാർ ഇതിൽ ക്യാഷ് ഉണ്ടായിരുന്നതാ, ഞങ്ങൾ എടുക്കാതെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് സാർ ക്യാഷ് പോകുന്നത് എന്ന് കാവേരി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, മാനേജറുമായി സംസാരിക്കുക എന്ന് പറഞ്ഞ് അയാൾ അവരെ മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. സാർ ക്യാഷ് ക്രെഡിറ്റ് ആയപ്പോൾ ദേ ഫോണിൽ മെസ്സേജ് പോലും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് മാനേജറെ കാണിച്ചു കൊടുക്കുന്നു. സാർ ക്യാഷ് അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്തു എന്നും കാണിക്കുന്നുണ്ടല്ലോ എന്ന് മാനേജർ പറയുമ്പോൾ കാവേരി തകർന്നു പോവുകയാണ്.